സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. കാണാതായ വൈദികന് വേണ്ടി കൊളംബിയൻ രൂപത ഇന്ന് പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നു. ബൊഗാട്ടോ കാണാതായ വൈദികന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്ന ആഹ്വാനവുമായി കൊളംബിയൻ ബിഷപ്പ് ഫാദർ ഡാരിയോ വലൻസിയ. ഉറിബെ എന്ന വൈദികനെ കാണാതായിട്ട് ഇന്നേക്ക് 1 മാസം തികയുന്ന പശ്ചാത്തലത്തിൽ കൊളംബിയയിലെ പെരേര രൂപതയുടെ അധ്യക്ഷൻ മോൺ റിഗോബർട്ടോ കോറിഡോറാണ് പ്രാർത്ഥനാ ദിനത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഇന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് കത്തീഡ്രൽ ദേവാലയത്തിൽ വൈദികനെ സമർപ്പിച്ച് പ്രത്യേകം വിശുദ്ധ കുർബാന അർപ്പിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ ബിഷപ്പ് പറഞ്ഞു. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയാണ് ഈ വിഷയത്തിൽ വിശ്വാസിയുടെ ആത്മാവിൻ്റെ പ്രാർത്ഥനാ മനോഭാവം. ഉച്ച കഴിഞ്ഞ് എല്ലാ ഇടവകകളിലും വൈദികന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തും. കൊളംബിയയിൽ കാണാതായ ധാരാളം ആളുകൾ ഉണ്ടെന്നും സമാനമായ വേദനകളിലൂടെ കടന്നുപോകുന്ന നിരവധി കുടുംബാംഗങ്ങളുണ്ടെന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് പ്രിയപ്പെട്ടവരെ കുറിച്ച് യാതൊരു അറിവുമില്ലെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഫാദർ ഡാരിഡോ വാലൻസിയ യൂറിബ് ഏപ്രിൽ 25 രാവിലെ തന്റെ വാഹനം വാങ്ങാനിരുന്നയാളെ കാണാൻ പോയിരുന്നു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വൈദികനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതിനാൽ പെരേര രൂപത പോലീസുമായി ചേർന്ന് തിരച്ചിൽ നടത്തി. പിന്നീട് രക്തക്കറകളുള്ള വാഹനം കാൽഡാസിൽ നിന്നാണ് അധികൃതർ കണ്ടെത്തിയതെങ്കിലും മറ്റു വിവരങ്ങൾ ഒന്നും ലഭിച്ചില്ല. വൈദികന്റെ തിരോധാനവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരു പ്രതിയെ ഫ്രാൻസിൽ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ചും ബിഷപ്പ് പരാമർശിച്ചു. അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അതുവഴി വൈദികൻ എവിടെയാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുമെന്നും ബിഷപ്പ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.